കത്തോലിക്ക സഭ ഓഗസ്റ്റ് മാസം 27 വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് മകനായ വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ അമ്മയായ വിശുദ്ധ മോനിക്ക. മകൻ്റെ മാനസാന്തരത്തിനു വേണ്ടി 17 വർഷം അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കത്തോലിക്ക സഭാ തരുവിലെ തിളക്കം മാറുന്ന ഒരു പുഷ്പമാണ് വിശുദ്ധ മോനിക്ക. AD 332 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ തക്കാസ്ത എന്ന പട്ടണത്തിലായിരുന്നു വിശുദ്ധ മോനിക്കയുടെ ജനനം. അമ്മമാർക്ക് മഹനീയ മാതൃകയാണ് വിശുദ്ധ മോനിക്ക. സെയിന്റ് അഗസ്റ്റിൻ്റെ മാതാവായ വിശുദ്ധ മോനിക്കയുടെ ജീവിതം ഒരു സഹന സങ്കീർത്തനമാണ്. അധാർമികതയുടെ ചെളിക്കുണ്ടിൽ വീണുപോയ അഗസ്റ്റിനെ ഉയർത്തി സഭയുടെ പുണ്യശൂന്യമാക്കി മാറ്റുന്നതിലും ക്രിസ്തു സ്നേഹം ലോകത്തിന് നൽകുന്നതിനും വിശുദ്ധ മോനിക്ക വഹിച്ച പങ്ക് നിസ്തുലമാണ്. ആത്മീയ വിശുദ്ധിയിലും ലാളിത്യത്തിലും ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന അവൾക്ക് വേണ്ടി സമ്പന്നനായ ഒരു ഭാവി വരനെയാണ് മാതാപിതാക്കൾ കണ്ടുപിടിച്ചത്. കടുത്ത മുൻകോപിയും കോപിഷ്ഠനുമായിരുന്ന ഭർത്താവ് പെട്രീഷ്യസ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവളെ കഠിനമായി ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും മോനിക്ക തൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയില്ല. സ്നേഹത്തോടെ തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ച് തൻ്റെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ബലപ്പെടുത്തി. പെട്രീഷ്യസിൻ്റെ അമ്മയിൽ നിന്ന് കഠിന വേദനകളായിരുന്നു മോനിക്കയ്ക്ക് ലഭിച്ചിരുന്നത്. ഏത് കാര്യത്തിലും ആ അമ്മ കുറ്റം കണ്ടെത്തും. പരാതികളില്ലാതെ എല്ലാം വിശുദ്ധ മോനിക്ക സഹിച്ചു. എങ്കിലും പതറിയില്ല. ദേവാലയത്തിൽ പോകാനും ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും സമയം കണ്ടെത്തി. തൻ്റെ ഭർത്താവിൻ്റെയും അമ്മയുടെയും മാനസാന്തരം മോനിക്കയുടെ പ്രാർത്ഥനയിൽ അവൾ നേടിയെടുത്തു. AD 354 മോനിക്ക ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. സഭാ തരുവിലെ മിന്നും താരമായി അറിയപ്പെട്ട സെയിന്റ് അഗസ്റ്റിൻ. ആ മകനെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്താൻ വിശുദ്ധ മോനിക്ക ആഗ്രഹിച്ചു. വിപരീത ഫലങ്ങളാണ് ഉണ്ടായത്. പാപത്തിൻ്റെ കൂമ്പാരത്തിൽപ്പെട്ട മകൻ. ആ മകനു വേണ്ടി അവൾ നിരന്തരം കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. പാപച്ചെളിയിൽ പുതഞ്ഞുപോയ ജീവിതത്തെ ആ അമ്മ നന്മയുടെ മാർഗത്തിലേക്ക് തിരിച്ചു. ദൈവവചനത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൻ്റെ പടവുകൾ കയറിയ വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളാണ്: ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. AD 387 56-ാമത്തെ വയസ്സിൽ അന്തരിച്ച മോനിക്കയുടെ മൃതദേഹം ഓസ്റ്റിയായിൽ സംസ്കരിച്ചു. വഴിതെറ്റി അലയുന്ന മക്കൾക്കു വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ വിശുദ്ധ മോനിക്കയെ അനേകായിരങ്ങൾ ആശ്രയിക്കുന്നു. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാം എന്ന് സ്വജീവിതം കൊണ്ട് കാണിച്ച വിശുദ്ധ മോനിക്ക ലോകത്തിന് മുഴുവൻ മാതൃസ്നേഹം ഇപ്പോഴും പകർന്നുകൊണ്ടിരിക്കുന്നു. മക്കളെ വിശുദ്ധരാക്കാൻ കൊതിക്കുന്ന അമ്മമാരുടെ മഹനീയ മാതൃക. മക്കളുടെ തിന്മയിലേക്കുള്ള പോക്കിൽ തളർന്നു പോകുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസവും പ്രത്യാശയും പകരുന്ന മോനിക്ക പുണ്യവതിയുടെ കഥ. മകൻ ഇടറി വീഴുമ്പോൾ പിടഞ്ഞെണീക്കാൻ കൈത്താങ്ങായി നിന്ന സഹയാത്രിക. ലോകത്തിൽ വിശ്വാസത്തിൻ്റെ മൺചിരാത് മുനിഞ്ഞു കത്തുന്നത് മാതൃകരങ്ങളിലാണ്.